Okay, welcome back to Riju and PSK Tele classes. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബലൂൺ സ്റ്റാർട്ട്സ് അസെൻഡിങ് അറ്റ് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. അപ്പോൾ ബലൂൺ സ്റ്റാർട്ട്സ് അസെൻഡിങ്, ഒരു ബലൂൺ മുകളിലേക്ക് പോവാണ്, മുകളിലേക്ക് മൂവ് ചെയ്യാണ്, അസെൻഡിങ് ആണ്. അസെൻഡിങ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ തന്നിട്ടുണ്ടേ, ഓർമ്മിച്ചു. ആക്സലറേഷൻ 2 meter per second square. When it was at height 100 meter from the ground, 100 meter from the ground, a foot pocket is dropped from the balloon. After how much time and with what velocity? After how much time and with what velocity it reached the ground? ടൈമും കാണണം, പിന്നെ എത്ര വെലോസിറ്റിയിലാണ് ഇത് ഹിറ്റ് ദ ഗ്രൗണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് കാണേണ്ടത്. ആക്സലറേഷൻ, പിന്നെ ബലൂൺ ഉള്ളത് 100 meter ഹൈറ്റാണ്. ഓക്കെ, റെഡി, ബോർഡ് എടുക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നതാണ്, എ ബലൂൺ സ്റ്റാർട്ട്സ് അസെൻഡിങ്, ഇത് മുകളിലേക്ക് പോവുകയാണ്, വിത്ത് കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ. കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? യൂണിഫോം ആക്സലറേഷൻ. നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിലല്ലേ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ തന്നിരിക്കുന്നത് 2 meter per second square ആക്സലറേഷനിലാണ് ഇത് പോകുന്നത്. സ്റ്റാർട്ട്സ് അസെൻഡിങ്, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് റെസ്റ്റ് പോലെ വിചാരിക്കുക. സ്റ്റാർട്ട്സ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 0 എടുക്കാം. ഇപ്പോൾ ഇവിടുന്ന് ഓക്കെ, സ്റ്റാർട്ട്സ് അസെൻഡിങ് വിത്ത് കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ. എന്നിട്ട് പറയുന്നത് ഇത് 100 meter ഹൈറ്റിലെത്തിയപ്പോൾ, ഹൈറ്റ് 100 meter, 100 meter ഹൈറ്റിലെത്തിയ സമയത്ത് 100 meter ഹൈറ്റിലെത്തിയ സമയത്ത് അപ്പോൾ ഈ ബലൂൺ ഇവിടെ എത്തി. അപ്പോൾ ബലൂൺ എങ്ങോട്ട് പോവുകയാണ്? മുകളിലേക്ക് പോവുകയാണ്, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ ഇവിടെ മുകളിലേക്കാണ്, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 100 meter ഹൈറ്റിലെത്തിയ സമയത്ത് ഇതിൽ നിന്ന് എ ഫുഡ് പാക്കറ്റ് ഈസ് റിലീസ്ഡ് എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് ചെയ്യാം, എടുക്കട്ടെ. അപ്പോൾ ഇത് ബലൂണിൻ്റെ കൂടെ ഫുഡ് പാക്കറ്റും ഉണ്ട്. ഓക്കെ, അതായത് ബലൂണിൻ്റെ കൂടെയല്ലേ ഉള്ളത്. അപ്പോൾ ബലൂണിൻ്റെ വെലോസിറ്റി തന്നെയായിരിക്കും, ബലൂൺ പോകുന്ന വെലോസിറ്റി തന്നെയായിരിക്കും ഈ ഫുഡ് പാക്കറ്റിൻ്റെയും വെലോസിറ്റി, കാരണം രണ്ടും ഒരുമിച്ചല്ലേ ഉള്ളത്. ഇനി ഇതിൽ നിന്നല്ല ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി തന്നെയായിരിക്കും ഫുഡ് പാക്കറ്റിൻ്റെയും വെലോസിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്, ഇത് എത്ര ടൈം കഴിഞ്ഞാലാണ് ഗ്രൗണ്ടിലെത്തുക. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, എത്ര ടൈം കഴിഞ്ഞാലാണ് ഗ്രൗണ്ടിലെത്തുക. പിന്നെ കാണേണ്ടത്, ഇത് ഗ്രൗണ്ടിൽ വന്ന്, ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗ്രൗണ്ടിൽ വന്ന് ഫുഡ് പാക്കറ്റ് ഇവിടുന്ന് റിലീസ് ചെയ്തില്ല, ലാസ്റ്റ് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യൂലേ, ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയും കാണണം, ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയും കാണണം, ഇത് ഗ്രൗണ്ടിൽ എത്താനെടുക്കുന്ന ടൈമും കാണണം. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇത് മുകളിലേക്ക് പോകുന്ന, ഈ ബലൂൺ മുകളിലേക്ക് പോകുന്ന ആക്സലറേഷനുകൾ -9.8 ഒന്നും എടുക്കല്ലേ. ഇപ്പോൾ അത് തന്നിട്ടുണ്ട്, ബലൂൺ മുകളിലേക്ക് പോകുന്ന ആക്സലറേഷൻ 2 ആണ്. പിന്നെ ഇത് അപ്പ് വേർഡാണ് അല്ലേ, അപ്പ് വേർഡ് ആയതുകൊണ്ട് നമുക്കിത് പോസിറ്റീവ് എടുക്കാം. ആക്സലറേഷൻ അപ്പ് വേർഡല്ലേ പോകുന്നത്, അപ്പോൾ ഇത് പോസിറ്റീവ് എടുക്കാം. അപ്പോൾ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇതും അപ്പ് വേർഡാണ്, മുകളിലേക്കാണ് പോയത്. മുകളിലേക്ക് പോയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് 100 meter, അത് മുകളിലേക്ക് പോയതുകൊണ്ട് +100 മുകളിലേക്കല്ലേ. പിന്നെ ഇതിൻ്റെ ആക്സലറേഷൻ 2, അതും അപ്പ് വേർഡാണ്, അപ്പോൾ +2 എടുക്കണം. അല്ലാണ്ട് -9.8 ഒന്നും എടുക്കല്ലേ ഇതിൽ, കാരണം തന്നിട്ടുണ്ട്, ഇത് മുകളിലേക്ക് പോകുന്ന ആക്സലറേഷൻ തന്നിട്ടുണ്ട് നമുക്ക് 2 meter per second square. അപ്പോൾ ആക്സലറേഷൻ അപ്വേർഡ് ആയതുകൊണ്ട് +2 എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഫോമിൽ എടുക്കുന്നു. ഇവിടെയുള്ള വെലോസിറ്റി ഞാൻ ഫസ്റ്റ് കാണുന്നു, ഈ വെലോസിറ്റി, ഇത് പോകുന്ന മുകളിലേക്ക് പോകുന്ന ആ വെലോസിറ്റി കാണാൻ പോവാണ്. ഇനീഷ്യൽ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെലോസിറ്റി നമുക്കിങ്ങനെ കാണാം, v² = u² + 2as ഫോമിൽ അപ്ലൈ ചെയ്താൽ ഈ v ആണ് കാണേണ്ടത്. ഈ v 0 ഒന്നല്ല, ഇത് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്തു, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി കാണാം, v² = u0 ആണ് +2. ആക്സലറേഷൻ തന്നിരിക്കുന്നത് 2 ആണ്, 2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അത് +2 എടുക്കണം, കാരണം ഇത് പോകുന്നത് മുകളിലേക്കാണ്, അപ്വേർഡാണ്, അപ്വേർഡ് ആകുമ്പോൾ +2 എടുക്കണം. പിന്നെ ഹൈറ്റും ഇത് പോകുന്നത് മുകളിലേക്കാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്, അപ്പോൾ അതും പ്ലസ് എടുക്കണം, +100. അപ്പോൾ ഇത് 2, ഇത് 100. സോ v² = 400 വരും. സോ v = √400 = 20 meter per second വരും v.
അപ്പോൾ ഈ വി നമുക്ക് 20 m/s കിട്ടി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വെലോസിറ്റി 20 m/s. അപ്പോൾ ഈ വെലോസിറ്റി തന്നെയായിരിക്കും ഇതിൻ്റെ കൂടെയുള്ള ഈ ഫുഡ് പാക്കറ്റിൻ്റെയും വെലോസിറ്റി അത് തന്നെയായിരിക്കും. മക്കളെ ഒരു കാര്യം, ബലൂണ് മുകളിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നല്ലേ ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി, ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ബലൂണിൻ്റെ വെലോസിറ്റി തന്നെയായിരിക്കും ഫുഡ് പാക്കറ്റിൻ്റെ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എത്ര? 20. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ്. ഇനി നിങ്ങൾക്ക് ഈ വർഷം വേറൊരു ചാപ്റ്ററിൽ പഠിക്കാൻ, ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇനേർഷ്യനെ പറ്റി പഠിക്കാനുണ്ട്. ഇനേർഷ്യ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനേർഷ്യ എന്ന് വെച്ചാൽ ഇത് റിലീസ് ചെയ്ത ഈ ഫുഡ് പാക്കറ്റ് നിങ്ങൾ പുറത്തേക്ക് റിലീസ് ചെയ്താലും ഇനേർഷ്യ എന്ന് വെച്ചാൽ ഒരു വസ്തു ഏതവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ ഈ ബലൂണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പല്ലേ ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്തത്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഫുഡ് പാക്കറ്റ് ഇനേർഷ്യ എന്ന് വെച്ചാൽ എന്തവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ ആദ്യം ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. അത് എന്ന് വെച്ചാൽ ഈ ഫുഡ് പാക്കറ്റ് ആദ്യം ഈ ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്താലും ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അത് അതേ എന്തവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഫുഡ് പാക്കറ്റ് ആദ്യം ഒന്ന് മുകളിലേക്ക് പോകും, ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോകും. എത്ര വെലോസിറ്റി? സ്റ്റാർട്ടിംഗ് വെലോസിറ്റി എത്രയാണ്? 20 m/s. എന്നിട്ടേ അതിങ്ങനെ പോയിട്ട് താഴോട്ടേക്ക് വരും. താഴോട്ട് വരുന്തോറും വെലോസിറ്റി കൂടി ലാസ്റ്റ് താഴെ വന്ന് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക. ചോദ്യം ഈ വെലോസിറ്റി കാണണം. ഇപ്പോൾ ഇത് ബലൂണ് പൊങ്ങുന്ന ആക്സലറേഷൻ നമുക്ക് 2 തന്നെ. ഇപ്പോൾ ഫുഡ് പാക്കറ്റ് റിലീസായി കഴിഞ്ഞു. അപ്പോൾ ഫുഡ് പാക്കറ്റ് ഇപ്പോൾ ഫ്രീ ആയി, ബലൂണിൻ്റെ കൂടിയല്ല, അത് ഫ്രീ ആയി. അപ്പോൾ ഫുഡ് പാക്കറ്റിൻ്റെ പാത്തായി കാണിച്ചത് ബലൂണ് പൊങ്ങി പോവുകയാണ്, ഫുഡ് പാക്കറ്റ് റിലീസായില്ല. അപ്പോൾ ഫുഡ് പാക്കറ്റ് ഇപ്പോൾ ഫ്രീ ആയി, ബലൂണുമായിട്ട് കോൺടാക്റ്റ് അല്ല. തുടക്കത്തിൽ ബലൂണുമായിട്ട് കോൺടാക്റ്റ് ആണ്. അപ്പോൾ ബലൂണിൻ്റെ വെലോസിറ്റി, ഈ വെലോസിറ്റിയാണ് ഫുഡ് പാക്കറ്റിൻ്റെ വെലോസിറ്റി. ഇനി ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അത് റിലീസായാലും പുറത്തേക്ക് ഇട്ടാലും ഒന്ന് ആദ്യത്തെ അവസ്ഥയിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്യും, എന്നിട്ടേ വരും. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ ഇത് ബലൂണുമായിട്ട് കോൺടാക്റ്റ് വിട്ടല്ലോ, പുറമേ ആയാലോ. ഫുഡ് പാക്കറ്റിനെ മാത്രം നോക്കും, ബലൂൺ വിട്, ഫുഡ് പാക്കറ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ആക്സലറേഷൻ നമുക്ക് എന്തെടുക്കുക? ജി എടുക്കുക. -G 9.8 പ്ലസ് നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ കാരണം ഫുഡ് പാക്കറ്റ് മാത്രം പുറത്തേക്ക് ഇട്ടു, അപ്പോൾ അത് ബലൂണുമായിട്ട് ഇപ്പം കോൺടാക്റ്റ് അല്ല, റിലീസായി. അപ്പോൾ അത് ഫ്രീലി ഫോളിങ്ങാണ് ഫുഡ് പാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ചെയ്താൽ ജി ഇട്ട് ചെയ്യണം. ഈ ആക്സലറേഷൻ 2 എടുക്കരുത്. ആദ്യം ആക്സലറേഷൻ 2 എടുത്തത് അത് ബലൂണിൻ്റെ ആക്സലറേഷനാണ്. കാരണം ആദ്യം അത് ചെയ്യാൻ കാരണം ബലൂണിൻ്റെ കൂടിയായിരുന്നു ഫുഡ് പാക്കറ്റ്. ഇപ്പോൾ ഫുഡ് പാക്കറ്റ് റിലീസായി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി കഴിഞ്ഞു. അപ്പോൾ ആക്സലറേഷൻ ഇത് വെച്ച് ചെയ്യണം. ഓക്കെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞു, പിന്നെ മുകളിലേക്ക് പോയിട്ട് അത് താഴെ വന്നു, അങ്ങനെ അല്ലേ? അതേപോലെയല്ലേ ഇത് പോകുന്നത്? ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കും, അതേപോലെയല്ലേ ഇത് പോകുന്നത്? അത് ഈ ക്വസ്റ്റ്യൻ ഞാൻ 2 രീതിയിൽ ചെയ്ത് കാണിച്ചു. ഒന്ന് അപ്വേർഡ് മോഷൻ മാത്രം എടുത്തു, അതിനുശേഷം അപ്വേർഡ് മോഷൻ്റെ ടൈം കണ്ടു, പിന്നെ ഡൗൺവേർഡ് മോഷൻ്റെ ടൈം കണ്ടു, അങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു. എന്നിട്ട് പിന്നെ അതിനുശേഷം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്ത് കാണിച്ചു തന്നു. 2 രീതിയിൽ ചെയ്തു. ഓക്കെ, സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യുക? അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം അപ്വേർഡ് പോയി പിന്നെ ഡൗൺവേർഡ് വന്നു, അതൊന്നും എടുക്കണ്ടല്ലോ. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ സൈനും നോക്കണം. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചെന്നാൽ സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എ എപ്പോഴും എന്തെടുക്കണം? -G എടുക്കണം. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എ എപ്പോഴും അപ്വേർഡ് ആയാലും ഡൗൺവേർഡ് ആയാലും എല്ലാം -G എടുക്കണം. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേ. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്വേർഡ് ആയാലും ഡൗൺവേർഡ് ആയാലും ഒക്കെ എ -G എടുക്കണം. പിന്നെ ഇവിടുന്നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റിയാണ് ഫസ്റ്റത്തെ കേസിൽ ഇത് u, ഇത് v. ഇനി ഇവിടുന്ന് റിലീസായി കഴിഞ്ഞാൽ ഇത് u, ഇത് വന്ന് ലാസ്റ്റ് ഇത് v. അപ്പോൾ ഈ കേസിൽ റിലീസായി കഴിഞ്ഞാൽ ഇതാണ് u എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിലുള്ള ഈ v നമ്മൾ കണ്ടു. ആ v ആണ് അടുത്ത കേസിൽ, രണ്ടാമത്തെ ഈ കേസിലുള്ള u. അപ്പോൾ u 20 m/s. അത് ഫസ്റ്റ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്.
ഫുഡ് പാക്കറ്റ് ആദ്യം ഞാൻ പറഞ്ഞു ഫുഡ് പാക്കറ്റ് ആദ്യം ഒന്ന് മുകളിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്, മുകളിലേക്ക് പോകും. അപ്പോൾ ഇത് മുകളിലേക്കാണ് പോകുന്നത് യു. അപ്പോൾ ഈ വി ആണ് നമ്മൾ അടുത്ത കേസിലുള്ള ഈ കേസിലുള്ള യു. അത് ഫസ്റ്റ് ഒന്ന് മുകളിലേക്കാണ് പോകുക, അപ്വേർഡാണ്. അപ്പോൾ +20 എടുക്കണം. ഓക്കെ, ഇനി ഞാൻ ഈ ഫോമിൽ എടുക്കുന്നു. ആദ്യം കാണേണ്ടത് ടൈമല്ലേ, ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ എത്താനുള്ള ടൈമല്ലേ കാണണ്ടേ. ടൈം രണ്ട് രീതിക്കാണേ. ആദ്യം മുകളിലേക്കുള്ള ടൈം കാണുക. മുകളിലേക്കുള്ള ടൈം കാണുമ്പോൾ ഇവിടെ V0 ആയിരിക്കും, ഫൈനൽ വെലോസിറ്റി. വെലോസിറ്റി കുറഞ്ഞ് 0 ആയി, പിന്നെ ഇങ്ങനെ വന്ന് അങ്ങനെ രണ്ടായിട്ട് ചെയ്യണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാണ് സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട്. അപ്പോൾ എന്തെടുക്കുക, സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ A-G എടുക്കണം എപ്പോഴും. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിയാൽ നിങ്ങൾ ഫുഡ് പാക്കറ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഇതാണ് ഇനീഷ്യൽ പോയിൻറ്റ് ഫുഡ് പാക്കറ്റിൻ്റെ. ഫുഡ് പാക്കറ്റ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് വരിക. പക്ഷേ ഇത് ഇനീഷ്യൽ പോയിൻറ്റ്, ഇതാണ് ഫൈനൽ പോയിൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ പോയിൻറ്റ് മുതൽ ഫൈനൽ പോയിൻറ്റ് വരെ ഇങ്ങനെ വരിക. അപ്പോൾ ഈ സംഭവം ഒന്നും വേണ്ട. ഇനീഷ്യൽ പോയിൻറ്റ് മുതൽ ഫൈനൽ പോയിൻറ്റ് വരെ, ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാ? 100. പിന്നെ സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, സൈന് നോക്കണം. 100 ആണ്. അപ്പോൾ ഇനീഷ്യൽ പോയിൻറ്റ് മുതൽ ഫൈനൽ പോയിൻറ്റ് വരെ എഴുതുമ്പോൾ ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ ഇതെന്തെടുക്കണം? -100 എടുക്കണം. അപ്പോൾ H-100 എടുക്കണം. H-100 എടുക്കണം. ഓക്കെ, പിന്നെ വെലോസിറ്റി എത്രയാ? 20. ഈ വെലോസിറ്റി ആയിരിക്കും ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന കേസിലുള്ള യു. ഇനീഷ്യൽ വെലോസിറ്റി ഇതായിരിക്കും. എന്നാൽ ഇതിലുള്ള V ആയിരിക്കും അടുത്തതിലുള്ള യു. അപ്പോൾ യു എത്രയാ? 20. അത് ഫസ്റ്റ് അപ്വേർഡാണ്, മുകളിലേക്കാണ്. അപ്പോൾ +20 എടുക്കണം. m/s എടുക്കണം യു. ഇത് നമുക്കെന്താ കാണണ്ടേ? ഫുഡ് പാക്കറ്റ് ഇവിടെ എത്താനുള്ള ടൈമല്ലേ കാണണ്ടേ? അപ്പോൾ ഈ ഫോമിലെടുത്തോ, S = ut + ½ ഫോമിലെടുത്താലോ. എസ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഇതല്ലേ എസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? -100 = ut. യു എത്രയാ? 20t + ½ A. എപ്പോൾ സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുമ്പോൾ A എപ്പോഴും -G എടുക്കണം. -G -9.8 ഇല്ലേ, -10 എടുത്തോ, സൗകര്യത്തിന് വേണ്ടി 10 എടുത്തോ. 9.8 വരെ 10 എടുത്തോ. അപ്പം -10t². അപ്പോൾ ഇതെന്താവും? -100 = 20t. ഇത് ക്യാൻസൽ ചെയ്താൽ 5 വരും. -5t². ത്രൂ ഔട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -20 = ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40 മൈനസ് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ t². ഇനി ഇതൊക്കെ ഇങ്ങോട്ട് എടുത്താലോ, -t² ഇവിടെ വന്നാൽ t². ഇത് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ -40 പിന്നെ -20 = 0 ഇനിയാണ് ഉള്ളത്. ഇനി ടി കാണാൻ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സോൾവ് ചെയ്യാൻ ടി ഇങ്ങനെയല്ലേ, -b ± √b² - 4ac / 2a. ഇക്വേഷൻ പഠിച്ചില്ലേ നിങ്ങൾ? ഇത് വെച്ച് ചെയ്യണം. -b. അപ്പോൾ ടി = -b എന്ന് പറയുമ്പോൾ b എത്രയാ? 4 അല്ലേ, -4 അല്ലേ. അപ്പോൾ -b എന്ന് പറയുമ്പോൾ -4. അപ്പോൾ 4 അല്ലേ വരിക. 4 ± √b². b² എന്ന് പറയുമ്പോൾ ഈ 4ൻ്റെ സ്ക്വയർ 16. b², 4² × സ്ക്വയർ 16 മൈനസ് 4 × a. എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ a1 4ac. c എത്രയാണ്? -20. c -20 ആണ്. -20 / 2a. a1 ആണ്. a1 ആണ്. അപ്പോൾ t = 4 ± √16. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ പ്ലസ് ആവും. 80 വരും. 4 × 20 80 / 2 വരും. അപ്പോൾ ടൈം = 4 ± √96 all / 2. t = 4 ± ഇതിങ്ങനെ എഴുതാം, √96 അല്ലേ. 96നെ വേണമെങ്കിൽ 4 × 24 എന്ന് എഴുതാം അല്ലേ. 4 × 24 96 ആണ്. / 2 എഴുതാം. അപ്പോൾ t = എന്ത് കിട്ടും? 4 ± ഈ 4ൻ്റെ റൂട്ട് എത്രയാണ്? 2. പിന്നെ 2 അത് പുറത്തെടുത്ത് 4ൻ്റെ റൂട്ട് 2. പിന്നെ ഉള്ളത് √24 all / 2.
അപ്പോൾ ഇതിൽ ടി ഈക്വൽ ടു ഇന്ന് രണ്ടിന് 2 ഔട്ട്സൈഡ് എടുത്താലോ 2 ഔട്ട്സൈഡ് എടുത്താൽ 4ൻ്റെ സ്ഥാനത്ത് 2 വരും. 2 × 2 4 പ്ലസ് ഓർ മൈനസ് ഇതിൽ നിന്ന് 2 ഔട്ട്സൈഡ് എടുത്തു അപ്പോൾ ബാക്കി √24 ഓൾ ഡിവൈഡ് ബൈ 2. അപ്പോൾ 2 ക്യാൻസൽ. അപ്പോൾ ടൈം എത്രയാണ്? ടൈം 2 പ്ലസ് ഓർ മൈനസ് √24. അപ്പോൾ അതിൻ്റെ അർത്ഥം ടൈം 2 പ്ലസ് √24 2 പ്ലസ് √24 അല്ലെങ്കിൽ 2 മൈനസ് √24. ഓക്കെ, √24 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് കറക്റ്റ് അല്ല പറയുന്നത്. √24 എന്ന് പറഞ്ഞാൽ ഒരു 25 പോലെ നിങ്ങൾ അസ്യൂം ചെയ്യും. 25 പോലെ അസ്യൂം ചെയ്യും. അപ്പോൾ √24 എന്ന് പറഞ്ഞാൽ √25 ഓൾമോസ്റ്റ് ആൻസർ പറയാണ്. √25 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ 2 + 5 = 7 സെക്കൻഡ്. ഇതോ 2 മൈനസ് √24 എന്തായിട്ട് എടുക്കുക? 5 അല്ല, ഓൾമോസ്റ്റാണ് പറയുന്നത്. √25 പോലെ അസ്യൂം ചെയ്യൂ. അപ്പോൾ 2 - 5 എത്രയെന്ന്? -3 കിട്ടി. ഓക്കെ, അപ്പോൾ ടൈം -3 സെക്കൻഡ് എന്നാണ് വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഇത് ക്യാൻസൽ. നെഗറ്റീവ് ആവില്ലല്ലോ, -3 വരില്ല. ടൈം ഈസ് ഓൾവേസ് പോസിറ്റീവ് എന്ന് വെച്ചാൽ +7. ടൈം 7 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ടൈം 7 സെക്കൻഡ് വരും. നെഗറ്റീവ് വരില്ല, അപ്പോൾ 7 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ടൈം കണ്ടു, ഇത് താഴെ എത്താൻ എടുക്കുന്ന ടൈം കണ്ടു. നമ്മൾ സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ടാണ് പ്രോബ്ലം ചെയ്തത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ആദ്യം മുകളിലേക്കുള്ള ടൈം കാണുക, പിന്നെ താഴേക്കുള്ള ടൈം കാണുക, എന്നിട്ട് 2 ടൈമും തമ്മിൽ ആഡ് ചെയ്താൽ. നമ്മൾ നേരത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ ചെയ്യണം. മുകളിലേക്കുള്ള ടൈം കാണാം, താഴേക്കുള്ള ടൈം കാണാം, ആഡ് ചെയ്യുക. ഇത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, ഒറ്റയടിക്ക് ചെയ്ത് സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇനി പറയുന്നത് ഇത് താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ചോദിച്ചത്. ആ താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ചോദിച്ചത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി കാണാൻ ഞാൻ ഈ ഫോമിൽ എടുക്കുന്നു. ഇതല്ലേ കാണണ്ടേ? അപ്പോൾ ഇത് വി, ഇതാണ് വി, ഇതാണ് യു. ഇവിടെയുള്ള വെലോസിറ്റിയാണ് യു അല്ലേ? U20 അല്ല, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നേരത്തെ ക്വസ്റ്റനിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സൈൻ, ഓരോന്നിൻ്റെ സൈനൊക്കെ നോക്കി എഴുതി വെച്ചിട്ടുണ്ട്. യു ഇനീഷ്യൽ വെലോസിറ്റി, ഇത് വെലോസിറ്റി അപ്വേർഡാണ്. ഇത് അപ്വേർഡ് ആയതുകൊണ്ട് +20. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ -100 എടുക്കുക. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റ് ഇതാണ്, ഫൈനൽ പോയിന്റ് ഇതാണ്. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് എന്ന് പറയുമ്പോൾ ഡൗൺവേർഡാണ്, താഴോട്ടേക്ക് ആയതുകൊണ്ട് അത് -100. പിന്നെ സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എ എപ്പോഴും ഡൗൺവേർഡ് ആയതുകൊണ്ട് അത് എ എപ്പോഴും -10 എടുക്കണം എന്നും പറഞ്ഞു. നമ്മൾ ഈ ഫോമിൽ എടുക്കുക. ഈ വി അല്ലേ കാണണ്ടേ? ഫൈനൽ വെലോസിറ്റി അല്ലേ കാണണ്ടേ? അപ്പോൾ നമ്മൾ v² = u² + 2as ഫോമിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? v² = u². u എത്രയാണ്? 20 സ്ക്വയർ പ്ലസ് 2 × a എത്രയാ? -10 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് -100 ആണ് അല്ലേ? സോ v² = 20 സ്ക്വയർ പ്ലസ് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ 2000 വരും. 2000. സോ v² = ഇത് 400 വരും. 400 ഉം 2400 വരും. ഇത് v². അപ്പോൾ v എന്താവും? √2400. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കൂ, 49 വരും. 49 m/s വരും. കറക്റ്റ് അല്ല, ഓൾമോസ്റ്റ് ഇങ്ങനെ കിട്ടും. ഓക്കെ, 49 m/s വരും. ക്ലിയർ? ഓക്കെ, 2 balls ആർ ത്രോൺ സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ 2 ബോൾ ഒരുമിച്ച് ഒരേ സമയത്ത് എറിയാണ്. എ എന്ന് പറയുന്ന ബോൾ വെർട്ടിക്കലി അപ്വേർഡ് ആണ് വിത്ത് വെലോസിറ്റി 20 m/s ഫ്രം ദ ഗ്രൗണ്ട്, ആൻഡ് ബി വെർട്ടിക്കലി ഡൗൺവേർഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 40 meter വിത്ത് സെയിം സ്പീഡ് എന്ന് പറയുമ്പോൾ 20 m/s അതേ സ്പീഡ് തന്നെ വെർട്ടിക്കലി ഡൗൺവേർഡും പ്രൊജക്റ്റ് ചെയ്യുന്നു. അലോങ് ദ സെയിം ലൈൻ ഓഫ് മോഷൻ.
അറ്റ് വാട്ട് പോയിന്റ് ദ ടു ബോൾസ് കൊളൈഡ്, ഏത് പോയിന്റിലാണ് രണ്ട് ബോളും തമ്മിൽ കൊളൈഡ് ചെയ്യുക, കൂട്ടിമുട്ടുക. ഓക്കെ, നമുക്ക് ബോർഡ് എടുക്കാം. അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഒരു ബോൾ എ എന്ന് പറയുന്ന ബോൾ എ ത്രോൺ വെർട്ടിക്കലി അപ്വേഡ് വിത്ത് സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇനീഷ്യൽ സ്പീഡ്. അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്പീഡ് അത്, അതിനെ എറിയുന്ന സ്പീഡ് അത്. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ സ്പീഡ് എന്തായി വരും, കുറഞ്ഞു വരും. ഇനി 40 മീറ്റർ ഹൈറ്റിൽ നിന്ന്, 40 മീറ്ററാണ് ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് 40 മീറ്ററാണ്. 40 മീറ്റർ ഹൈറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ബോൾ അതിനാ ജസ്റ്റ് ഇങ്ങനെ വിടുകയല്ല, ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് റെസ്റ്റാണ്, ആദ്യം റെസ്റ്റാണ്, ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾക്ക് 0 എടുക്കുക. പക്ഷേ ഇതിനെയും താഴോട്ടേക്ക് എറിയാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിനെയും താഴോട്ടേക്ക് എറിയാണ്. ഇറ്റ് ഈസ് ത്രോൺ ഡൗൺവേർഡ് എലോങ് സെയിം ലൈൻ, ഒരേ ലൈനിൽ, ഇത് മുകളിലേക്ക് പോകുന്ന അതേ ലൈനിൽ തന്നെ ഇത് താഴോട്ടേക്ക് വരുന്നു. വിത്ത് സെയിം സ്പീഡ്, ഇതേ സ്പീഡിൽ തന്നെ അതിനെ താഴോട്ടേക്ക് എറിയുന്നു. ഇതേ സ്പീഡിൽ തന്നെ താഴോട്ടേക്ക് എറിയുന്നു. അപ്പോൾ 20 തന്നെ. അപ്പോൾ ഇതിൻ്റെ യുവും 20 തന്നെ. അപ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം? സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് അപ്വേർഡ് ആയതുകൊണ്ട് +20 എടുക്കണം, ഇത് ഡൗൺവേർഡ് ആയതുകൊണ്ട് -20 എടുക്കണം, സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് എവിടെയാണ്, ഏത് പോയിന്റിലാണ് ഇവർ കൊളൈഡ് ചെയ്യുക? ഈ രണ്ട് ബോളും കൊളൈഡ് ചെയ്യുക. ഏത് പോയിന്റിൽ വെച്ചാണ് ഇവർ കൊളൈഡ് ചെയ്യുക എന്ന ചോദ്യം. ഇവിടെയാണ് കൊളൈഡ് ചെയ്യുന്നത്. എവിടെ വെച്ചാണ് കൊളൈഡ് ചെയ്യുക എന്ന ചോദ്യം. എവിടെ വെച്ചാണ് കൊളൈഡ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മളെന്താ കണ്ടുപിടിക്കേണ്ട മക്കളെ? എവിടെ വെച്ചാണ് കൊളൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇത് ടോട്ടൽ 40 മീറ്റർ അല്ലേ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇതൊരു ഈ സംഭവം നിങ്ങൾക്കൊരു 25 മീറ്റർ എന്ന് കിട്ടി വിചാരിക്കും. ഇത് 25 മീറ്റർ ആണ്, ടോട്ടൽ 40 അല്ലേ. അപ്പോൾ ഇത് 25 ആണ്, ബാക്കി എത്ര വരും? 15 മീറ്റർ വരും. അങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എവിടെ വെച്ച് കൊളൈഡ് ചെയ്യും? എവിടെ വെച്ച് കൊളൈഡ് ചെയ്യും എന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ എവിടെ വെച്ച് കൊളൈഡ് ചെയ്യും? ഇവിടെ വെച്ച് കൊളൈഡ് ചെയ്യുന്ന വെച്ചാൽ 20 ഇങ്ങനെ പറഞ്ഞൂടെ, 25 മീറ്റർ ഹൈറ്റിൽ വെച്ച്, ഗ്രൗണ്ടിൽ നിന്ന് 25 മീറ്റർ ഹൈറ്റിൽ വെച്ച് ഇവിടെ വെച്ചാണ് കൊളൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് എത്ര മീറ്റർ? 15 മീറ്റർ താഴെ വെച്ച് അവിടെ വെച്ചാണ് ഇവർ കൊളൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. ഇത് കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും ഈ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസോ കിട്ടിയാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും എവിടെ എത്ര ഹൈറ്റിൽ വെച്ചാണ് കൊളൈഡ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് ഞാനൊരു y എന്നെടുത്തു. ഈ ഡിസ്റ്റൻസ് y, ടോട്ടൽ എത്രയാണ്? 40. ഇത് y ആണെങ്കിൽ ഇത് എത്ര വരും? ടോട്ടൽ 40 ആണല്ലോ. ടോട്ടൽ 40 ആയതുകൊണ്ട് ഇത് y ആണെങ്കിൽ ഇത് 40 - y വരും അല്ലേ. അപ്പോൾ ഈ ബോളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് y, ഇത് സഞ്ചരിച്ചത് y. ഈ ബോളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് സഞ്ചരിച്ചത് 40 - y. രണ്ടിനെ ഒരുമിച്ച് എറിയുന്നത്, ഇതിനെ എറിയുന്ന അതേ സമയത്ത് തന്നെ ഇത് എറിയുന്നത്, സൈമിൾട്ടാനിയസ്ലി ഒരുമിച്ചാണ്. അപ്പോൾ ഇത് ഇവിടെ എത്തുന്ന ടൈം കൊണ്ട് ഇത് ഇവിടെ എത്തും, അതേ ടൈം കൊണ്ട് ഇത് ഇവിടെ എത്തും. ഇത് സഞ്ചരിച്ച ദൂരം y, ഇത് സഞ്ചരിച്ച ദൂരം 40 - y. ഞാൻ ബോൾ എൻ്റെ കാര്യം പറയാം. ബോൾ എ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ സൗകര്യത്തിന് ബോൾ എ എങ്ങോട്ടാണ് പോയാൽ? മുകളിലേക്കല്ലേ. ഈ ക്വസ്റ്റ്യൻ സൗകര്യത്തിന് ഞാൻ സൈൻ കൺവെൻഷൻ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സൈൻ കൺവെൻഷൻ നോക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് എ എന്ന് പറഞ്ഞ ബോൾ മുകളിലേക്കല്ലേ പോയേ? മുകളിലേക്കാവുമ്പോൾ ബോൾ എ മുകളിലേക്കല്ലേ പോയേ? മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? എ എന്തെടുക്കണം? -g. മുകളിലേക്ക് പോകുമ്പോൾ -g. ബോൾ ബി എങ്ങോട്ടാണ് വന്നേ? താഴോട്ട്. ബോൾ ബി വന്ന് താഴോട്ട് വരുമ്പോൾ എ എന്തെടുക്കണം? +g. താഴോട്ട് വരുമ്പോൾ +g എടുക്കണം. കാരണം നമ്മൾ സൈൻ കൺവെൻഷൻ നോക്കുന്നില്ല. സൈൻ കൺവെൻഷൻ നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്താ പറഞ്ഞത്? എല്ലായ്പ്പോഴും എ എന്തെടുക്കണം? -g എടുക്കണം. ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ നോക്കുന്നില്ല. അപ്പോൾ ഇത് മുകളിലേക്കാകുമ്പോൾ എ എന്തെടുക്കാം? മുകളിലേക്കാകുമ്പോൾ -g. ഈ ബോൾ താഴോട്ടാണ്, അപ്പോൾ +g. ഇത് മാത്രം എടുത്താൽ മതി. ഇതിൻ്റെ മാത്രം സൈൻ ഇത് മാത്രം നോക്കിയാൽ മതി. ബാക്കി ഒന്നിൻ്റെ സൈൻ കൺവെൻഷൻ നോക്കുന്നില്ലല്ലോ. ബാക്കി ഒന്നിൻ്റെ സൈൻ നോക്കണ്ട. എച്ച് മൈനസ് ആണോ പ്ലസ് ആണോ എന്നൊന്നും നോക്കണ്ട. കാരണം സൈൻ കൺവെൻഷൻ നോക്കാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അപ്വേർഡ് ആയതുകൊണ്ട് ബോൾ എ അപ്വേർഡ് ആയതുകൊണ്ട് -g, ബോൾ ബി അങ്ങോട്ടാണ് ഡൗൺവേർഡ് ആകുമ്പോൾ +g. വേറെ ഒന്നിൻ്റെ സൈനും നോക്കണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ. അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ എന്ത് വരും? ബോൾ എൻ്റെ S = ut + ½ at² എഴുതുന്നു.
എസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ബോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്ക്, ബോൾ എ ഇതല്ലേ, ബോൾ എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, ബോൾ എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാ, ഇവിടെ മുതൽ ഇവിടെ വരെ, ഇവിടെ ഇതാണ് ബോൾ എ, ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് വൈ ഈക്വൽ യു ടി, യു എത്രയാ 20 ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ, ബോൾ എ പോയത് മുകളിലേക്കാകുമ്പോൾ എ എത്രയാണ് -g എന്ന് പറയുമ്പോൾ -9.8 അല്ലേ, -9.8 ടി സ്ക്വയർ. സോ വൈ ഈക്വൽ ടു 20 ടി, ഇത് വെട്ടിയാൽ 9.8 2 വെട്ടിയാൽ 4.9 വരും, അപ്പോൾ മൈനസ് വരും, -4.9 ടി സ്ക്വയർ. ബോൾ ബി നോക്കൂ, ബോൾ ബി എങ്ങോട്ടാണ് വന്നത്, താഴോട്ട് വരുമ്പോൾ എ എന്തെടുക്കുക +g. അപ്പോൾ എഗെയിൻ ഇതിൻ്റെ കേസിൽ ഇക്വേഷൻ എന്ന് എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എത്രയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് 40 മൈനസ് വൈ. ശരിക്കും സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ ഈ 40 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്, താഴോട്ടായതുകൊണ്ട് ഇത് നെഗറ്റീവ് എടുക്കണം. ഞാൻ പറഞ്ഞു സൈൻ കൺവെൻഷൻ നോക്കുന്നില്ലാത്തതുകൊണ്ടാണ് എ എന്തെടുക്കുക, ഇത് ഡൗൺവേർഡ് ആയതുകൊണ്ട് എ +g എടുത്തത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, ഇത് താഴോട്ട് ഇതിൻ്റെ സൈനൊന്നും നോക്കണ്ട, അപ്പോൾ ഇത് 40 മൈനസ് വൈ തന്നെ എടുത്താൽ മതി. ഡിസ്പ്ലേസ്മെൻറ്റ് 40 മൈനസ് വൈ. യു ടി U20 സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ യു നോക്ക്, യു താഴോട്ടായതുകൊണ്ട് ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇത് -20 എടുക്കണം, -20. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അപ്പം ഇത് 20 തന്നെ എടുക്കുക, 20 ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാ g എന്ന് പറയുമ്പോൾ 9.8, അത് പ്ലസ് എടുക്കണം, ഡൗൺവേർഡ് ആകുമ്പോൾ പ്ലസ് എടുക്കുക, ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ ഇതല്ലേ ഉള്ളത്. അപ്പോൾ 40 മൈനസ് വൈ ഈക്വൽ ടു 20 ടി, ഇത് വെട്ടിയാൽ 4.9 പ്ലസ് 4.9 ടി സ്ക്വയർ. ഓക്കെ, കൺഫ്യൂഷൻ ആകണ്ട. ഈ രണ്ടാമത്തെ ബോൾ ബീൻ്റെ കേസ് ഞാനൊന്ന് സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുക. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, യു എന്തെടുക്കണം, നെഗറ്റീവ്. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് പറയുകയാണെ, സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ യു അങ്ങോട്ടാണ്, ബോൾ ബീൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നത്. ബോൾ ബി യു അങ്ങോട്ടാ, യു 20 ആണ്, അത് ഡൗൺവേർഡ് ആണ്, അപ്പോൾ യു -20 എടുക്കണം. പിന്നെ 40 മൈനസ് വൈ, ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അത് സഞ്ചരിച്ച ദൂരം, ഡിസ്പ്ലേസ്മെൻറ്റ് 40 മൈനസ് വൈ. ഇതും ഡൗൺവേർഡ് ആണ്, 40 മൈനസ് വൈ ഡൗൺവേർഡാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടാണ്, അപ്പോൾ ഇത് നെഗറ്റീവ് എടുക്കണം. ഡൗൺവേർഡ് താഴോട്ടല്ലേ വരുന്നത്, ഇത് ബോൾ ബി താഴോട്ടല്ലേ വരുന്നത്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 40 മൈനസ് വൈ എന്നുള്ളത് നെഗറ്റീവ് എടുക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 40 മൈനസ് വൈ എന്നുള്ളത് നെഗറ്റീവ് എടുക്കണം. പിന്നെ സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഞാനെന്താ പറഞ്ഞത്, എ എപ്പോഴും എന്തെടുക്കണം, -g എടുക്കണം. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എ എപ്പോഴും -g എടുക്കണം. എന്നിട്ടൊന്ന് ഇതിൽ കൊടുത്ത് നോക്ക്, എസ് കണ്ടോ, എസ് എത്ര ഇതാ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എസ് -40 മൈനസ് വൈ ഈക്വൽ യു ടി, യു എത്ര -20 ടി പ്ലസ് ഹാഫ്. സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുമ്പോൾ എ എപ്പോഴും എന്തെടുക്കണം, -g എന്നാൽ -9.8 -g ഇൻറ്റു ടി സ്ക്വയർ, ഇത് വെട്ടിയാൽ 4.9. അപ്പോൾ -40 മൈനസ് വൈ ഈക്വൽ -20 ടി -4.9 ടി സ്ക്വയർ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിലും മൈനസ് ഉണ്ട്, ഇതിലും മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ, ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും, ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും, ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും. മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എല്ലാത്തിനും ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിനും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അങ്ങനെ എല്ലാം പ്ലസ് ആയി. അപ്പോൾ ഇതേ ആൻസർ കിട്ടിയണ്ട, ഈ സംഭവം തന്നെ കിട്ടും. അപ്പോൾ സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്താലും സൈൻ കൺവെൻഷൻ വെക്കാതെ ഇങ്ങനെ ചെയ്താലും ഒരേ ആൻസറാണ് കിട്ടുക. അത് നിങ്ങളെ ഐഡിയ പോലെ നിങ്ങൾക്ക് ഏതാ ബെറ്റർ എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇക്വേഷൻ എന്താണ്, ഇതാണ് 40 മൈനസ് വൈ ഈക്വൽ 20 ടി പ്ലസ് 4.9 ടി സ്ക്വയർ ആണ് ഒരു ഇക്വേഷൻ. ഇത് മറ്റേ ഇതാണ് വൈ ഈക്വൽ ടു 20 ടി മൈനസ് 4.9 ടി സ്ക്വയർ ആണ്. ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഈ 2 ഇക്വേഷൻ തമ്മിൽ ഒന്ന് ആഡ് ചെയ്യുക. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ആഡ് ചെയ്താലോ, ഇവിടെ 40 വരും,
മൈനസ് വൈയും പ്ലസ് വൈയും ആഡ് ചെയ്താൽ 0 ഈക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്യുക 20t പ്ലസ് 20 ആഡ് ചെയ്യാനാണ് പറഞ്ഞത് 20t പ്ലസ് 20t 40t ഇത് രണ്ടും ആഡ് ചെയ്താൽ പ്ലസ് 4.9t² മൈനസ് 4.9t². ഇത് രണ്ടും ആഡ് ചെയ്താൽ 0. അപ്പോൾ ഇത് ഉണ്ടാവും. അപ്പോൾ 40 ഈക്വൽ ടു 40t എന്ന് പറഞ്ഞാൽ 40 × t. അപ്പോൾ 40/40 ഈക്വൽ ടു t. അപ്പോൾ 1 വരും. 1 സെക്കൻഡ് ആയിരിക്കും t ടൈം. ഏത് ടൈം? രണ്ടിനെ ഒരുമിച്ചല്ലേ എറിയുന്നത്, രണ്ടിനെ എറിയുന്നത്. ഇപ്പോൾ ടൈം 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? എ എന്ന് പറഞ്ഞ ബോൾ ഇവിടെ എത്താനുള്ള ടൈം എത്രയാ? 1 സെക്കൻഡ്. എ എന്ന് പറഞ്ഞ ബോൾ ഇവിടെ എത്താനുള്ള ടൈം 1 സെക്കൻഡ്. അതുപോലെ ബി ഇവിടെ എത്താനുള്ള ടൈം, ഇവിടെ ചില കൊളൈഡ് ചെയ്യുന്നത്, ബി ഇവിടെ എത്താനുള്ള ടൈം എത്രയാ? 1 സെക്കൻഡ്. കാരണം രണ്ടിനെ ഒരുമിച്ചല്ലേ എറിയുന്നതുകൊണ്ട് ഇത് ഇവിടെ എത്താൻ 1 സെക്കൻഡ്, അല്ലെങ്കിൽ ഇത് ഇവിടെ എത്താൻ 1 സെക്കൻഡ്. ടൈം കിട്ടി. ചോദ്യം അതല്ല, എവിടെ വെച്ചാൽ കൊളൈഡ് ചെയ്യുക എന്നാ ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ടൈം കിട്ടിയല്ലോ. അപ്പോൾ ടൈമിനെ നിങ്ങൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ കിട്ടിയ ടൈമിനാ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ y ഈക്വൽ ടു 20t 1 ടൈം 1 അല്ലേ, മൈനസ് 4.9 × t². ടൈം 1, അപ്പോൾ 1². അപ്പോൾ y ഈക്വൽ ടു 20 മൈനസ് 4.9 വരും. 20 മൈനസ് 4.9 വരും. അപ്പോൾ ഇത് 15.1 മീറ്റർ വരും. 15.1 മീറ്ററാണ് y. അപ്പോൾ ഈ y 15.1 മീറ്ററാണ്. y 15.1 മീറ്ററാണ്. എന്ത് മനസ്സിലാകും? അപ്പോൾ ഇത് 15.1 മീറ്ററാണ്. ഇത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇത് y 15.1 ആണ്. ഇത് 40 മൈനസ് y 15.1. അത് കൊടുത്താൽ നമുക്ക് ഈ ഡിസ്റ്റൻസും കിട്ടും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ y 15.1 മീറ്റർ അല്ലേ? അതിൻ്റെ അർത്ഥം എവിടെ വെച്ച് കൊളൈഡ് ചെയ്യും എന്നാണല്ലോ ചോദ്യം. എവിടെ വെച്ച് കൊളൈഡ് ചെയ്യും? ഇത് ഗ്രൗണ്ടിൽ നിന്ന് ഈ ഹൈറ്റ് നമുക്ക് കിട്ടി 15.1 മീറ്റർ. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് 15.1 മീറ്റർ ഹൈറ്റിൽ വെച്ച്, അത്രയും ഹൈറ്റിൽ വെച്ച് രണ്ട് ബോളും തമ്മിൽ കൊളൈഡ് ചെയ്യും. അപ്പോൾ എവിടെ വെച്ച് കൊളൈഡ് ചെയ്യും? ഗ്രൗണ്ടിൽ നിന്ന് 15.1 മീറ്റർ ഇത്രയും ഹൈറ്റിൽ വെച്ചാണ് ഈ രണ്ട് ബോളും കൊളൈഡ് ചെയ്യുക. ഓക്കെ, ടൈമായി. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സൈൻ കൺവെൻഷൻ വെച്ചും വെക്കാതെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.